ഞാനേ ഇപ്പം നിങ്ങളോടൊരു കഥ പറയാൻ വേണ്ടി വന്നതാണേ. എന്താണെന്ന് പറയാം. ഞാൻ ചെറുപ്പത്തിലെന്ന് പറയുമ്പോൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 ഒക്കെയാണെന്ന് തോന്നുന്നു. ആ സമയത്ത് അച്ഛന് നൈറ്റ് ആവാറുണ്ട് കേട്ടോ. അച്ഛന് മാസത്തിൽ 7 ദിവസം നൈറ്റ് ആവാറുണ്ട്. അപ്പം അമ്മയും ഞാനും മാളൂസും ഒരു കട്ടിലിൽ, പിന്നെ അച്ഛൻ്റെ അമ്മ വന്ന് അപ്പുറത്തെ കട്ടിലിൽ, അപ്പുറത്തെ മുറിയുടെ 2 മുറി ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ വീടിന്. അപ്പം അപ്പുറത്തെ റൂമിൽ കിടക്കും. അപ്പോൾ ഞാനും അമ്മ മാളും, അച്ഛനുണ്ടെങ്കിൽ അച്ഛനും, ഞങ്ങൾ 4 പേരും കൂടെ ഒരു കട്ടിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛനുള്ളപ്പോഴും അച്ഛനില്ലാത്തപ്പോഴും ഒക്കെ റേഡിയോ ഉണ്ട് ഞങ്ങൾക്ക്. റേഡിയോ ഞങ്ങൾ എപ്പോഴും തിരിക്കണമുണ്ട്. അച്ഛൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിൽ ഒരു സ്ഥലത്ത് ഫിറ്റ് ചെയ്തേക്കും. അപ്പോൾ അത് എപ്പോഴും എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ സ്വിച്ച് ഇട്ടിട്ട് അപ്പോൾ ഒരു ചാനൽ ഏതാണ്ട് ഒരു റെഡ് FM അതോ ക്ലബ് FM എന്തോ ഒരു ചാനലാണ് ഞങ്ങൾ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ രാത്രി ഇത് കേൾക്കുന്ന ഒരു ഫീല് വേറെ ആട്ടോ. രാത്രി ഒരു 10 മണി തൊട്ട് 11 മണി വരെയാന്ന് തോന്നുന്നു അനുരാഗ ഗാനങ്ങളോ അങ്ങനെ എന്തോ ഒരു അനശ്വര ഗാനങ്ങളോ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഞാനും മാളും അമ്മയും കൂടി ഇത് കേട്ടോണ്ട് കിടക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ട്, ഏറ്റവും സ്ട്രൈക്കായിട്ടുള്ള, ഇപ്പോഴും അത് കേൾക്കുമ്പോൾ ഞാനും അമ്മച്ചി മാളും കൂടെ കിടക്കണേ, അച്ഛൻ കിടക്കണം ഞാൻ ഓർക്കണില്ല. ഈ എന്തോ ഉറക്കം വരില്ല ഈ അച്ഛൻ നൈറ്റിന്. അച്ഛൻ ആശുപത്രിയിലെ ജോലിയായിരുന്നു. അപ്പം നൈറ്റിന് പോകുമ്പോൾ നമുക്ക് അച്ഛനില്ലാത്തപ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ, അപ്പോൾ ഉറക്കം വരില്ല. അപ്പോഴാണ് ഈ പാട്ടിനെ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അപ്പോൾ ആ പാട്ടിന് ഭയങ്കര ഫീലായിരുന്നു. ഈ പാട്ടായിരുന്നു അത് തന്മാത്രയിലെ മേലെ വെള്ളിത്തിങ്കൾ താഴെ നീലക്കായൽ കനവ് പോലെ തെന്നൽ നിന്റെ ചുരുൾ മൂടി തുമ്പത്ത് വെണ്ണില. എനിക്ക് ലിറിക്സ് ഒന്നും അറിയില്ല, പക്ഷെ ഇന്നാൾ ഞാൻ ഈ പാട്ട് കേട്ടു. എൻ്റെ ദൈവമേ, ഞാൻ ആ ഒരു കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഞാൻ 2006 10ാം ക്ലാസ് കഴിയുന്നത്. 2007 +1, 2008 +2 അങ്ങനെ. അപ്പോൾ ആ സമയത്തോട്ട് ഞാനിങ്ങനെ പുറകിലേട്ട് പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഉണ്ടോ ഇങ്ങനെ ഒരു നൊസ്റ്റാൾജിയ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തന്മാത്രയിൽ ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ തന്നെ നിങ്ങളതൊരിക്കലും രാവിലെ കേട്ട് നോക്കരുത്. രാത്രി എല്ലാവരും ഒക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ടൊന്ന് കേട്ട് നോക്കട്ടോ. അല്ലെങ്കിൽ എല്ലാവരും ഉറങ്ങിയില്ലെങ്കിലും ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്ക്. അതിനൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. ഇത്രയല്ലായിരുന്നു, അത് അവതരിപ്പിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ആ ആളുടെ ശബ്ദത്തിനും ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ കാലമൊന്നും ഇനി തിരിച്ചൊന്നും കിട്ടില്ല. പക്ഷേ അത് മൊമെൻറ്റ്സ് ആണല്ലോ. നമ്മളിപ്പോൾ എല്ലാം ഫോട്ടോ എടുത്ത് സൂക്ഷിക്കും. ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ ഫോട്ടോ ഒക്കെ എടുത്ത് സൂക്ഷിക്കുന്നത്, വീഡിയോ എടുത്ത് സൂക്ഷിക്കുന്നത്. പക്ഷേ നമ്മുടെ മൊമെൻറ്റ്സ്, അതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്ത മൊമെൻറ്റ്സ്, അതിനാണ് കൂടുതൽ ഫീലെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഫോട്ടോ കാണുമ്പോൾ അത്ര ഫീൽ ഇല്ല, പക്ഷേ ആ കാലങ്ങൾ ആലോചിക്കുമ്പോഴാണ്, ഹാപ്പി ആണെങ്കിൽ ആ കാലങ്ങൾ ആലോചിക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഭയങ്കര സന്തോഷം വരുന്നത്.